ഹായ് വെൽക്കം ടു മൈ ചാനൽ വാച്ച് മോൻ. ഈ ചാനലിൽ ഇനി മുതൽ മലയാളം റിവ്യൂ വീഡിയോസ് ആയിരിക്കും വാച്ചിൻ്റെ. സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സ്റ്റീൽ ഡൈവ് എന്ന് പറയുന്ന ഒരു വാച്ചായിട്ടാണ്. നിങ്ങൾക്ക് കാണാം, ഇത് ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്ത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാച്ചാണ്. അപ്പോൾ സ്റ്റീൽ ഡൈവ് എന്ന് പറയുന്നത് ഒരു ചൈനീസ് കമ്പനിയാണ്. അത് ഹൊമാജ് വാച്ചസ് ഉണ്ടാക്കിയാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് സ്റ്റീൽ ഡൈവിൻ്റെ SD 1970 എന്ന് പറയുന്ന ഒരു വാച്ചാണ്. ഈ വാച്ച് സീക്കോ ക്യാപ്റ്റൻ വില്ലാർഡ് എന്ന് പറയുന്ന ഒരു വാച്ചിൻ്റെ ഹൊമാജ് വാച്ചാണ്. ഒരു പ്യുവർലി ഒരു ഡൈവ് വാച്ചാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബോക്സ്. ഇത് വന്ന ബോക്സ് ഒരു പ്രിറ്റി സിമ്പിൾ പ്ലാസ്റ്റിക് ബോക്സ്, എന്നാൽ നല്ലൊരു ബോക്സാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിലെ കോൺറ്റൻറ്റ്സ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ബോക്സ് തുറക്കുന്ന സമയത്ത് 3 ഐറ്റംസാണ് എനിക്ക് കിട്ടിയ ഈ ബോക്സിൻ്റെ ഉള്ളിൽ. അതിലൊരു ഐറ്റം കാണാനില്ല, അത് വാറണ്ടി കാർഡാണ്. സ്റ്റീൽ ഡൈവിൻ്റെ വാറണ്ടി കാർഡ്. എനിക്ക് തോന്നാറില്ല അത് അത്ര ഒരു ഉപകാരപ്പെട്ട ഒരു വാറണ്ടി കാർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം അത് വന്നത് ഒരു ബ്ലാങ്ക് വാറണ്ടി കാർഡായിട്ടാണ്. അതിലൊന്നും ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഡേറ്റ് ഓഫ് പർച്ചേസ്, സീരിയൽ നമ്പർ, അങ്ങനെ ഒന്നുമില്ല. അവർ ജസ്റ്റ് ഒരു സേക്ക് ഓഫ് വാറണ്ടി കാർഡിന് വേണ്ടി വെച്ചാണ്. പിന്നെ ഒരു സെക്കൻഡ് ഐറ്റം എന്ന് പറയുന്നത് ഈ ടൂളാണ്. ഇത് നിങ്ങൾക്ക് ബ്രേസ്ലെറ്റൊക്കെ സെൽഫായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ടൂളാണ് ഇവർ ഇതിൻ്റെ ഒപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വീട്ടിൽ തന്നെ ഇരുന്ന് നമുക്ക് ഇതിൻ്റെ ബ്രേസ്ലെറ്റിൻ്റെ ലിങ്ക്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനുള്ള ടൂളാണ്. പിന്നെ ഇതാണ് വാച്ച്. പിന്നെ ഇത് ബോക്സ്. നമുക്ക് ബോക്സ് സൈഡിലേക്ക് വെച്ചിട്ട് വാച്ചിലേക്ക് വരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റീൽ ഡൈവ് എന്ന് പറയുന്ന കമ്പനി ഒരു ചൈനീസ് കമ്പനിയാണ്. ഹൊമാജ് വാച്ചസൊക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. ഇത് 1970 എന്ന് പറയുന്ന ഒരു മോഡലാണ് അവരുടെ. ക്യാപ്റ്റൻ വില്ലാർഡ് എന്ന് പറയുന്ന സീക്കോൻ്റെ വാച്ചിൻ്റെ ഒരു ഹൊമാജ് വാച്ചാണ്. നമുക്ക് ഇതിൻ്റെ ഡൈമെൻഷൻ പറഞ്ഞ് തന്നെ തുടങ്ങാം. അപ്പോൾ ഇതിൻ്റെ ഒരു കേസ് ഡയമീറ്റർ വരുന്നത് 44 mm ആണ്. ഇതിൻ്റെ ഒരു ലെഗ് ടു ലെഗ് വരുന്നത് 47 mm ആണ്. പിന്നെ ഇതിന് നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ പുറത്ത് വരുന്ന ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഒരു സഫയർ ക്രിസ്റ്റലാണ്. അത് നല്ല ഹാർഡ് ക്രിസ്റ്റലാണ്. അതിന് നല്ല ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിങ്ങും ഉണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു റിഫ്ലക്ഷൻ കാണാം, എന്നാലും നല്ലൊരു ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിങ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ പുറമെ ഒരു സഫയർ ബെസലും വന്നിട്ടുണ്ട്. ഇതൊരു സെറാമിക് ബെസലോ അതോ സഫയർ ബെസലോ, ജസ്റ്റ് നിങ്ങൾ അതൊന്ന് വെരിഫൈ ചെയ്തോളൂ. ഇതൊരു 120 ക്ലിക്സിൻ്റെ ഒരു ബെസലാണ്. വളരെ നല്ലൊരു ഹൈ ക്വാളിറ്റി ബെസലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. തീരെ ബാക്ക് പ്ലേ ഒന്നുമില്ല. പിന്നെ കറക്റ്റ് എനിക്ക് കിട്ടിയ പെർട്ടിക്കുലർ മോഡലിൽ ഈ ബെസലൊക്കെ ഇൻഡീസസ് ആയിട്ട് വെൽ അലൈൻഡ് ആണ്. ഞാൻ ചില റിവ്യൂ ഒക്കെ കണ്ടിരുന്നു, അതിൽ ഈ ബെസലും ഇൻഡീസസും ഒന്നും വെൽ അലൈൻഡ് അല്ല. അപ്പോൾ നിങ്ങൾ ഒരു $60-70 കൊടുക്കുന്ന ഒരു ഹൊമാജ് വാച്ചിന് ഇത്രത്തോളമൊക്കെ ക്വാളിറ്റിയാണ് ഉണ്ടാവുള്ളൂ. ബട്ട് എന്നിരുന്നാലും ഇത് വളരെ 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 നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു വാച്ചാണ് ഫോർ ദാറ്റ് പ്രൈസ്. അപ്പോൾ ഇതിൻ്റെ ലൂമിനെ പറ്റി സംസാരിക്കാം. ലൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലോ ഇൻ ദ ഡാർക്ക് മെറ്റീരിയൽ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലെ ഡയലിലെ എല്ലാ ഇൻഡീസസിലും എനിക്ക് തോന്നുന്നു BGW9 ബ്ലൂ ലൂമാണ്. അത് ഈ പുറത്തെ ബെസലിലാണ് കൊടുത്തിരിക്കുന്നത്. ഉള്ളിൽ C9 C3 ഒരു ഗ്രീൻ ലൂമാണ് കൊടുത്തതാണ്. ഇതിൻ്റെ ലൂമൊക്കെ വളരെ വളരെ നല്ല ഹൈലി അപ്ലൈഡ് ലൂം എന്ന് തന്നെ പറയാം. രാത്രി ഒരു 1 hour പ്ലസ് ലൂമൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഈ വാച്ചിന് വന്നിട്ട് 200 meters വാട്ടർ റെസിസ്റ്റൻസ് ആണ്. അത് വരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു സ്ക്രൂ ഡൗൺ ക്രൗണാണ് കൊടുത്തതാണ്. പിന്നെ അതിനൊപ്പം തന്നെ ഒരു സ്ക്രൂ ഡൗൺ കേസ് ബാക്കും ഉണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ സ്ക്രൂ ഡൗൺ ക്രൗൺ പ്ലസ് സ്ക്രൂ ഡൗൺ കേസ് ബാക്ക് 200 meter വാട്ടർ റെസിസ്റ്റൻസ് കമ്പനി ക്ലെയിം ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല, ഞാൻ പേഴ്സണലി ടെസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ബിൽഡ് കാണുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യും ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഒരു സുഖമായിട്ട് ഒരു 100+ meters ഒക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കേസ് ബാക്ക് വന്നിട്ട് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അതിൽ സ്റ്റീൽ ഡൈവിൻ്റെ ഒരു ലോഗോ. ഈ ലോഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ഓക്സിജൻ ടാങ്ക്, പിന്നെ എന്തോ ഡൈവിങ് എക്യുപ്മെൻറ്റ്സ്, ഒരു ഗോഗിൾസ്, അതാണ് ഈ ലോഗോ. അതിന് പുറമെ അതിൽ എഴുതിയത് 200 meter വാട്ടർ റെസിസ്റ്റൻറ്റ് സ്റ്റീൽ ഡൈവ് ഓൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഓട്ടോമാറ്റിക് മൂവ്മെൻറ്റ് NH35. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചിരിക്കുന്ന മൂവ്മെൻറ്റിനെ കുറിച്ച് പറയാം. ഇതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചിരിക്കുന്നത് സേക്കോൻ്റെ NH35 എന്ന് പറയുന്ന ഒരു ഓട്ടോമാറ്റിക് മൂവ്മെൻറ്റാണ്. അതിന് 24 jewels മൂവ്മെൻറ്റാണ്. ഇതിന് ഹാക്കിങ്ങും ഹാൻഡ് വൈൻഡിങ്ങും ഉണ്ട്. ഹാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ സെക്കൻഡ് ഹാൻഡ് സ്റ്റോപ്പ് ആവും. അതാണ് ഇൻ സിമ്പിൾ ടേംസ് ഹാക്കിംഗ്. ഞാൻ ഇതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ പിന്നെ ഇടുന്നുണ്ട്.
പിന്നെ ഹാൻഡ് വൈൻഡിങ്, നമുക്ക് ഈ സ്ക്രൂ ഡൗൺ ക്രൗൺ അൺവൈൻഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അൺസ്ക്രൂ ചെയ്തിട്ട് നമുക്ക് ഈ വാച്ച് വൈൻഡ് ചെയ്യാൻ പറ്റും. ഓട്ടോമാറ്റിക് വാച്ചാണ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു റോട്ടർ വരുന്നുണ്ട്. ആ റോട്ടർ നമ്മുടെ ഹാൻഡ് മൂവ്മെൻറ്റിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായി വൈൻഡ് ആവും. ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ എപ്പോഴും ഇത് റിസ്റ്റിൽ കെട്ടാൻ പറ്റിയില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വാച്ച് കിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രൂ ഡൗൺ ക്രൗൺ അൺസ്ക്രൂ ചെയ്തിട്ട് നിങ്ങൾക്ക് വൈൻഡ് ചെയ്യാം. അങ്ങനെയും ഈ വാച്ചിനെ വർക്ക് ചെയ്യിക്കാൻ പറ്റും. പിന്നെ ഇതിൽ വന്നിട്ട് ഇതിൻ്റെ നമുക്കിനി ബ്രേസ്ലെറ്റിനെ കുറിച്ച് സംസാരിക്കാം. ഒരു ബ്രഷ്ഡ് ഓയിസ്റ്റർ സ്റ്റൈൽ ബ്രേസ്ലെറ്റാണ് ഇതിന് കൊടുത്തതാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് കാണാം ഫോൾഡഡ് ബ്രേസ്ലെറ്റ് ഒന്നല്ല, പക്ക സോളിഡ് ബ്രേസ്ലെറ്റാണ്. ഇതിൻ്റെ ക്ലാസ്പ് വന്നിട്ടും പക്ക മിൽഡ് ക്ലാസ്പാണ്. നിങ്ങൾക്ക് കാണാം ഒരു ഡബിൾ ലോക്ക് മെക്കാനിസമാണ്. ഇങ്ങനെ ഒരു ഫോൾഡ് ലോക്കും പിന്നെ ഇങ്ങനെ ഒരു പുഷ് ഡൗൺ ലോക്കും. പിന്നെ ഇതിന് വന്നിട്ട് ഇതിൻ്റെ സൈഡിൽ ഒത്തിരി മൈക്രോ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഏതൊരു റിസ്റ്റിനും പെർഫെക്റ്റ് സ്യൂട്ട് ആവണ പോലെ നിങ്ങൾക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഡയമെൻഷൻസ് വരുന്നത് 44 mm കേസ് ഡയമീറ്ററും 47 mm ലെഗ് വിഡ്ത്തുമാണ്. പിന്നെ ഇതിൻ്റെ സ്ട്രാപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത് 20 mm ആണ്. അപ്പോൾ ലോട്ട് ഓഫ് സ്ട്രാപ്പ് ഓപ്ഷൻസും ഉണ്ട്. എനിക്കിതിൻ്റെ ഒരു റബ്ബർ വേരിയൻറ്റും ഞാൻ കണ്ടു അലി എക്സ്പ്രസ്സിൽ. ഈ വാച്ചിൻ്റെ കോസ്റ്റ് വന്നിട്ട് ഒരു $60 to $70 നിങ്ങൾക്ക് അലി എക്സ്പ്രസ്സിൽ കിട്ടും. എനിക്കറിയാം നാട്ടിൽ അലി എക്സ്പ്രസ്സിൽ നിന്ന് സോഴ്സ് ചെയ്യാൻ നല്ല പാടാണ്. പക്ഷേ ഇൻ കേസ് ആരെങ്കിലുമൊക്കെ പുറത്ത് റിസൈഡ് ചെയ്യണവരുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് പോകണ്ടെങ്കിൽ നിങ്ങൾക്കത് അലി എക്സ്പ്രസ് വഴി ഈ വാച്ച് സോഴ്സ് ചെയ്യാം. അതൊക്കെയാണ് ഈ വാച്ചിനെ കുറിച്ചുള്ള പ്രത്യേകത. ഇനി ഞാൻ കുറച്ച് നെഗറ്റീവിലേക്ക് വരാം. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹെവി വെയ്റ്റ് വാച്ചാണ് ഇത്. നിങ്ങൾക്കത് ഫീൽ ചെയ്യും റിസ്റ്റിൽ കെട്ടുമ്പോൾ തന്നെ. ഇൻ വൺ വേ അത് നമുക്ക് അറിയാൻ പറ്റും ഇത് ഫുള്ളി മെയ്ഡ് ഔട്ട് ഓഫ് സ്റ്റീലാണെന്ന്. പക്ഷെ നല്ലൊരു ഹെവി വെയ്റ്റ് വാച്ചാണ്. പിന്നെ വന്നിട്ട് ഇതിൻ്റെ അടുത്തൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിന് ക്വിക്ക് റിലീസ് ഇല്ല ഈ സ്ട്രാപ്പിൽ. അത് ഇപ്പോഴത്തെ കാലത്ത് ഒരു നെഗറ്റീവായിട്ട് എല്ലാവരും പറയുന്നുണ്ട്. നമുക്ക് ഈസിലി സ്ട്രാപ്പ് സ്വിച്ച് ചെയ്യണമെങ്കിൽ ഇതിനൊരു ക്വിക്ക് റിലീസ് ഒരു ഓപ്ഷൻ ഇല്ല ഇതിൻ്റെ സ്ട്രാപ്പിന് വന്നിട്ട്. പിന്നെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ബീങ് ചൈന കമ്പനി സ്റ്റീൽ ഡൈവിൻ്റെ ഒരു റെപ്യൂട്ടേഷനൊന്നും നമുക്കറിയില്ല. പിന്നെ ഈ പറയുന്ന പെർട്ടിക്കുലർ വാച്ച് ഇൻ കേസ് ഒരു കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ സർവീസസ് എങ്ങനെ ക്ലെയിം ചെയ്യും, അവരെങ്ങനെ കോൺടാക്ട് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും എനിക്കില്ല പേഴ്സണലി. ഒരു റെപ്യൂട്ടഡ് കമ്പനി അല്ലാത്ത സ്ഥിതിക്ക് അത്രയും ഒരു കസ്റ്റമർ സർവീസും ഒരു കസ്റ്റമർ അസിസ്റ്റൻസും ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ ഓവറോൾ ഒരു $60 to $70 ഒരു ക്യാപ്റ്റൻ വില്ലാർഡിൻ്റെ ഹൊമാജ്, ദാറ്റ് ടു വെരി വെൽ ബിൽഡ് ഒരു ഹൊമാജ് സ്റ്റീൽ ഡൈവ് SD 1970 ആണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇൻ ദാറ്റ് വേ ഈ വാച്ച് വളരെ നല്ലൊരു സ്റ്റീൽ ഡീലാണ്. എനിക്കറിയാം നിങ്ങൾക്ക് കുറച്ച് റിഫ്ലക്ഷൻസ് കാണാൻ പറ്റാണ്ടെന്ന്, പക്ഷേ ഔട്ട്ഡോർ വിസിബിലിറ്റി ഇതിൻ്റെ വളരെ നല്ലതാണ്. ഒരു പക്ഷേ ക്യാമറ ആയിരിക്കും കൂടുതൽ ആ റിഫ്ലക്ഷൻസൊക്കെ ക്യാപ്ചർ ചെയ്യണം. പക്ഷേ നെയ്ക്കഡ് ഐക്ക് അത്ര അധികം ഒരു റിഫ്ലക്ഷൻ ഇല്ല. ഞാൻ ചെക്ക് ചെയ്തിരുന്നു, ഇതിൽ ഒരു AR കോട്ടിങ് അവർ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ സഫയർ ക്രിസ്റ്റലിൻ്റെ ബാക്ക് സൈഡിൽ. അങ്ങനെ അപ്പോൾ ഞാനിതിൻ്റെ റിസ്റ്റ് ഷോട്ട്സ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ ഇതിൻ്റെ ബ്രേസ്ലെറ്റ് സൈസൊക്കെ എൻ്റെ റിസ്റ്റിന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് ഓൺ റിസ്റ്റ്. നല്ലൊരു കംഫർട്ടബിൾ ഫീലാണ് കേട്ടോ റിസ്റ്റിൽ. പിന്നെ ഈ ഹെയർ പുള്ളിങ് ഒന്നും ഇല്ല, കാരണം ഇത് സോളിഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബ്രേസ്ലെറ്റ് ആയതുകൊണ്ട് എനിക്ക് ഒട്ടും ഹെയർ പുള്ളിങ് ഒന്നും ഫീൽ ചെയ്തില്ല. കമ്പയർഡ് ടു ഒരു ലോ കോസ്റ്റ് ബ്രേസ്ലെറ്റ് ആണെങ്കിൽ അതിൽ ഈ ബ്രേസ്ലെറ്റിൻ്റെ ലിങ്ക്സ് ഒക്കെ ഫോൾഡഡ് ആയിരിക്കും, അതിന് ഒത്തിരി ഹെയർ പുള്ളിങ് ഇഷ്യൂസൊക്കെ വരാറുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ സ്റ്റീൽ ഡൈവ് വാച്ചിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു റിവ്യൂ. ഈ ചാനലിൽ ഇനിയും കുറേ റിവ്യൂസൊക്കെ വരുന്നുണ്ട് വാച്ചിനെ പറ്റി. എസ്പെഷ്യലി നമ്മൾ കുറച്ച് കമ്പാരിസൺസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വന്നിട്ട് എന്താണ് ക്വാർട്സ് വാച്ച്, എന്താണ് മെക്കാനിക്കൽ വാച്ച്, എന്താണ് വൈൻഡിങ് വാച്ച്, മാനുവൽ വൈൻഡിങ്, എന്താണ് മെക്ക ക്വാർട്സ്, എന്താണ് ക്രോണോഗ്രാഫ്, ഇതിനെ പറ്റിയൊക്കെയുള്ള റിവ്യൂസൊക്കെ ഇനി വരും. ഇനി ഒരു മാസത്തിനുള്ളിൽ വേറൊരു വീഡിയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അലി എക്സ്പ്രസ്സിൽ നിന്ന് സോഴ്സ് ചെയ്ത മെറ്റീരിയൽസ് വെച്ച് ഒരു കസ്റ്റം വാച്ച് അസംബ്ലി ചെയ്യാൻ, വാച്ച് മേക്കിംഗ് അല്ല, ഒരു കസ്റ്റം വാച്ച് അസംബ്ലി ചെയ്യാനായിട്ടുള്ളത്. ആ വീഡിയോസൊക്കെ പതിയെ വരും. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ വേറെ കുറേ വാച്ചുകളുടെ റിവ്യൂ. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ. പീസ്.